അങ്ങനെ കള്ളുഷാപ്പിലൊക്കെ വന്ന് നല്ല അടിപൊളി ടേസ്റ്റി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ ആ കള്ളുഷാപ്പ്. ഇവിടെയാണ് ഞങ്ങൾ വന്ന് കഴിച്ചത്. അതുപോലെ തന്നെ ഞാനും കുറച്ച് കള്ളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഭയങ്കര പുളിയോ കയ്പോ എന്തൊക്കെയൊക്കെ ആയിരുന്നു. ഞാൻ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിൻ്റെയൊക്കെ രുചി അറിയണമല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ ഫുഡ്? നല്ല ഫുഡായിരുന്നു. ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് എവിടെയാണെന്നല്ല, ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു നാടൻ കള്ളുഷാപ്പിൽ വന്നേക്കുവാണ് കേട്ടോ. പാണ്ടനാട് ചെങ്ങന്നൂർ കഴിഞ്ഞ് വരുന്നിടത്താണ് ഈ ഷാപ്പ് ഉള്ളത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന്, പക്ഷേ ഇവിടെ വരാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എങ്ങനെയാണ് ഷാപ്പൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ അറിയാനും എങ്ങനെയൊക്കെയാണെന്ന് അറിയാം. പക്ഷേ ഇപ്പോൾ എനിക്ക് അത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചെങ്ങന്നൂർ ആവശ്യത്തിന് വന്നപ്പോഴാണ് ഇവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ വന്നു. അവിടെ മെനു കാർഡാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ അവരിങ്ങനെ പറയുവാണ്. അതുപോലെ തന്നെ നാണ്ട് ഈ ഒരു ഗ്രൗണ്ട് പോലെ ഉണ്ടോ, ഇവരുടെ മുറ്റമാണ് ഇത്. ഇവിടെ എല്ലാം നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്തും പാർക്ക് ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ പുറത്താണ് പാർക്ക് ചെയ്തത്. അതുപോലെ ഇവരുടെ റൂമുകൾ നോൺ AC ആണെങ്കിൽ AC റൂമുകളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഞങ്ങൾക്ക് കിട്ടിയത് നോൺ AC ആയിരുന്നു കേട്ടോ. AC-ലൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നോൺ AC-ലാണ് ഇവിടെ ഞങ്ങൾക്ക് റൂം കിട്ടിയത്. അവിടെ ആണെങ്കിൽ ഒരു ടേബിള്, ചെയർ, വാഷ് ബേസിന്, അതുപോലെ തന്നെ നമുക്ക് അവരോട് വിളിക്കാൻ വേണ്ടിയുള്ള സ്വിച്ചും ബെല്ലും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കുള്ള തൊട്ടിലെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനുമാണ് കേട്ടോ. അതുപോലെ ഇതാണ് കേട്ടോ ഫാമിലി AC റൂം. ഇതിനകത്ത് ആളുണ്ടായതുകൊണ്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഓർഡർ എടുക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നു. അപ്പം നമുക്ക് എന്തൊക്കെ ഫുഡാണ് വേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇവിടെ ഉള്ളതൊക്കെ പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അധികം ഫുഡുകളൊന്നും ഓർഡർ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ഒത്തിരി കഴിക്കത്തൊന്നുമില്ല. എന്നാലും ആവശ്യത്തിന് വേണ്ട ഫുഡുകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. നെത്തോലി ഫ്രൈയും അതുപോലെ തന്നെ ഒരു കുടം കള്ളുമാണ് എത്തിയേക്കുന്നത്. നെത്തോലി ഫ്രൈ നല്ല കറുമുറാന്നിരിക്കും, കടിച്ച നല്ല ശബ്ദം കേൾക്കും. നല്ല ക്രിസ്പി ആയിട്ടുള്ള നെത്തോലി ഫ്രൈ ആണ് എത്തിയിരിക്കുന്നത്. അതിനകത്ത് സവാളയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ടാണ് അവർ കൊണ്ടു തന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കള്ളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്കാണെങ്കിൽ ആദ്യം ഭയങ്കര മടിയായിരുന്നു, ഭയങ്കര കയ്പായിരിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ജയ്ക്കുട്ടിനെ അടക്കി ഇരുത്തിയേക്കുവാണ് കേട്ടോ, മൊബൈലൊക്കെ കൊടുത്ത്. അല്ലെങ്കിൽ പിന്നെ അവിടെ ആകെ ബഹളമായിരിക്കും, പിന്നെ അവൻ്റെ പുറയിൽ ഓടാനേ സമയം കാണത്തുള്ളൂ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കയ്പും മധുരവും എന്തൊക്കെയൊക്കെയോ തോന്നി. പക്ഷെ ഒരു ചെറിയൊരു ടേസ്റ്റ്, ഒരു രുചിയൊക്കെ ഉണ്ടായിരുന്നു കുടിച്ചപ്പോൾ. ഞാൻ അങ്ങനെ ഇച്ചിരിയൊക്കെ കുടിച്ചു കേട്ടോ. നമ്മൾ ശരിക്കും നമുക്ക് അപ്പം ഉണ്ടാക്കത്തില്ലേ, അത് നമ്മളിങ്ങനെ കള്ളപ്പം ഉണ്ടാക്കുന്ന അതേ ആ അപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് പോലെ തോന്നി എനിക്ക് ഇത് കുടിച്ചപ്പം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡൊക്കെ എത്തി. ഏതൊക്കെ ഫുഡാണ് ഞങ്ങൾ ഓർഡർ ചെയ്തതെന്ന് പറയാം. പന്നി ഇറച്ചി, പന്നിയുടെ റോസ്റ്റ്, അതുപോലെ തന്നെ ചേന പുഴുങ്ങിയത്, താറാവ് കറി, അതുപോലെ തന്നെ കണവ റോസ്റ്റ്, പിന്നെ കപ്പ മീൻ കറിയും. പിന്നീട് 2 അപ്പം ഓർഡർ ചെയ്തിട്ടോ, ഒന്ന് ജയ്ക്കുട്ടിക്കും ഒന്ന് എനിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജയ്ക്കുട്ടിക്ക് ഒരു അപ്പവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 അപ്പം പറഞ്ഞു. ഒരപ്പം ഞാൻ കഴിച്ചു, ഒന്ന് അവന് കൊടുത്തു. അല്ലാതെ അവൻ ഇതൊന്നും കഴിക്കത്തൊന്നുമില്ല. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അവിടെ തന്നെ വാഷ് ബേസിൻ ഉണ്ട്, നമുക്ക് പുറത്തോട്ടൊന്നും പോകേണ്ട കൈ കഴുകാൻ. ഇപ്പോൾ ഞാൻ കൈ കഴിക്കാൻ പുറത്ത് അവർ പൈപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് പുറത്ത് പോയി ആണെങ്കിലും കഴുകാം. അങ്ങനെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അവരുടെ ഗ്രൗണ്ടിൽ അവരുടെ ഇതിനുള്ളിൽ നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ തന്നെ അപ്പുറത്തൊരു ഗ്രൗണ്ട് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് അവിടെയും പാർക്ക് ചെയ്യാം. ഞങ്ങളിവിടെ ആൾക്കാർ തിരക്കായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നപ്പോൾ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ വീഡിയോക്കൊക്കെ പോസ് ചെയ്ത് തരുവാണ്. അങ്ങനെ ജയ്ക്കുട്ടി ഞാനും അങ്ങനെ വണ്ടിയിൽ കയറാനായിട്ട് ഞങ്ങൾ ആ ഗ്രൗണ്ടിൽ വണ്ടി ഇട്ടേക്കുന്നിടത്തോട്ട് പോവാണ്. അങ്ങനെ പപ്പച്ചൻ്റെ പുറയിൽ ജയ്ക്കുട്ടി ഇങ്ങനെ ഓടിപ്പോവാണ് വണ്ടിയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട്, ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ, വേറെ എങ്ങോട്ടും ഇല്ല. അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ലൈക്ക് കാണുമ്പോഴാണ് എനിക്കൊരു സന്തോഷം. അങ്ങനെ കാറിൽ കുറച്ച് അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ട് ഞാനും ജയ്ക്കുട്ടിയും കുറച്ച് ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ അങ്ങ് വീട്ടിലോട്ട് പോവാണ്. ഈ ചെങ്ങന്നൂർ വരുന്നവരോ അതുവഴി പാസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് കയറി ഫുഡൊക്കെ കഴിച്ച് നോക്കുക. നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ഫുഡാണ്. ഒരിക്കൽ കഴിച്ച് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനൊക്കെ തോന്നും. അപ്പം പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് ഫുഡൊക്കെ കഴിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ ബൈ.